കുറെ ദിവസമായി നമ്മൾ ഇവിടെ കഞ്ഞി വെച്ചിട്ട് മറ്റേ ഇതില വയ്ക്കാറ്. ഇതിന്റെ മൂടി കണ്ട, മൂടി സ്റ്റീലിന്റെ 2 മൂടിന്റെ ആയിരുന്നു. 2 മൂടി പൊട്ടി. നോക്കിയേ, കണ്ട, ഈ ഒരു മൂടി പൊട്ടി. പിന്നെ ഈ ഒരു മൂടി നോക്കിയേ, കണ്ട, അടർന്ന് പോന്നു. കൊറേ നാൾ കഴിഞ്ഞാ ഈ മണ്ണിന്റെ ഇതുകളൊക്കെ കഴിയുന്നതുകൊണ്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടര. വെള്ളം കാഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വെക്കാം, ചേട്ടൻ വെള്ളം കായുമ്പോ ഇട്ടോ ഇട്ടോ വേണമെങ്കിൽ അപ്പൊ തിളയ്ക്കും. വെള്ളം കായുമ്പോ ഒരു സൗണ്ട് വരും. തിളക്കണ്ടേ? കയ്യിലുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഇല്ല, ഞാൻ കയ്യിലെടുത്തിട്ട് വരാം. അരിവും തുടങ്ങി. എടുത്തോണ്ടിരാ, അവിടെ പോയി കഴിച്ചാൽ കഴിക്കാം. പുട്ടും മുതിര കൂട്ടാനാണ് കേട്ടാ. ബാക്കി കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടപ്പോ അതിങ്ങനെ പൊടിഞ്ഞു. പുട്ടും മുതിര കൂട്ടാന്റെയും റെസിപ്പി കാണിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് കമന്റ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ കഞ്ഞി അവിടെ വേണം. നമ്മൾ ഈ ഭക്ഷണം അടിപൊളി മുതിരയും പൂട്ടും തരുന്ന കേട്ടാ. പുട്ടും മുതിര കൂട്ടാന്റെ റെസിപ്പി നമുക്ക് കമന്റ് വരാറുണ്ട്, ഇടാൻ പറഞ്ഞിട്ട്. ഈ മുതിര കൂട്ടാൻ നമ്മള് സാധാരണ പോലെ കുത്തി കാച്ചനെ ചെയ്യുള്ളൂ കേട്ടോ. ചുമന്നുള്ളി, വെളുത്തുള്ളി ഉപയോഗിക്കില്ല. നമ്മുടെ വീട്ടില് ചുമന്നുള്ളിയും കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടേ വെറുതെ കുത്തി കാച്ചു മുതിര വേവിച്ചിട്ട്. അല്ലാണ്ട് ഇതില് പ്രത്യേകത ഒന്നുമില്ല കേട്ടാ. കൊറേ നാളെ കൂടി ഇല്ല എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട്. അതന്നെ നമ്മള് അവസാനായിട്ട് കഴിച്ചത് ഏതാ? ചൂരത്തല വെച്ചത്. ശരിക്കും ചൂരത്തല വെച്ചതുണ്ടല്ലോ, അത് വെച്ചതല്ലായിരുന്നു, അതിന് ശേഷം നടന്ന കാര്യങ്ങളായിരുന്നു വീഡിയോ എടുക്കേണ്ടിയിരുന്നത് അല്ലേ? കാരണം ആ ഒരു തല മുഴുവൻ അത് ചേട്ടപ്പടി നിന്ന് ചോറുണ്ട്, ചാറൊക്കെ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചട്ടി നമ്മള് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ആ തല അങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ചേട്ടൻ ആ ഹോളിൽ ചെന്നിരുന്ന് അത് മുഴുവൻ ഇരുന്ന് കഴിച്ചു. ആ തല മൊത്തം ഈ 19 കൊല്ലത്തിനിടയ്ക്ക് ഇതുവരെ ചേട്ടൻ ക്ഷമയോടുകൂടി സമാധാനമായിട്ടൊരു കാര്യം ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാത്തിനും ഒരു വിഗിളി വെപ്രാളം ഉണ്ടായിരിക്കും. ഇത് ഒരു വെപ്രാളോ ഇല്ല, ഒന്നുമില്ല. വളരെ ക്ഷമയോടുകൂടി. അല്ലെങ്കിൽ ഇവരറിയേ അങ്ങനെ തലയല്ല അങ്ങനെ തന്നെ. നമ്മുടെ പൂട്ടും കടലിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഉണ്ടായത്. ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പശുവിൻ്റെ മൂക്കയർ, പശുമുടിയുടെ മൂക്കയർ പൊട്ടിപ്പോയി. അപ്പോൾ അത് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നത് എന്തിട്ടാണ് സഹായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ശരി ശരി, ഞാൻ വരാം. നമ്മളിന്ന് ഒരു ഗംഭീരമായ കൃത്യത്തിനാണ് വന്നിരിക്കുന്നത്. പശു വേണ്ട,
ആ പശുവിൻ്റെ മൂക്കയർ പോയി, പശുമുടിയുടെ മൂക്കയർ പോയി. അപ്പം അതിന് ഞാൻ മൂക്കയർ ഇടണം. ഭയങ്കര കുറുമ്പനാണ്, കുറുമ്പത്തി. അപ്പം അങ്ങനെ കെട്ടി കയറ്റിയാ. അയ്യോ അത് ഊരിപ്പൂന്നോണു ഇപ്പൊ. അതൊക്കെ ഞാൻ ശരിയാക്കിയുണ്ട്. ഇങ്ങനെ കെട്ടി കയറ്റിയാ നിക്ക്. ഞാൻ കെട്ടാം. ആ പുളി ഉറുമ്പുണ്ട് കേട്ടാ, അത് തെങ്ങുമ്പോ നിറച്ച്. ഇതിനെ ഭയങ്കര ശക്തിയാ മൂക്ക. ഇതിന്റെ പേരുന്നാ അയ്യോ അത് എന്റെ അടുത്തേക്ക് വരില്ല. കയറ് പിടിപ്പിച്ചേ, തെങ്ങുന്ന് പിടിപ്പിക്കും, ഞാൻ കെട്ടാം. ഉറുമ്പ് ഞാൻ കെട്ടിട്ടതിന് അതന്നെ ചുരുക്കി കേട്ടണം. അയ്യോ ഊരി 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 ചേട്ടാ, എന്നെ കഴുത്തിന്ന് ഊരി പെട്ടു. മൂട്ടിന്നല്ലേ ആ തള്ളട്ടാ തള്ളേ മൂട്ടിന്ന് മറ്റേ കേട്ടാ. ഞാൻ പച്ചക്കറി പിടിക്കില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഗിരിജേച്ചിയുടെ പശു അവിടെ ഉണ്ടല്ലേ. ഓട്ടടഞ്ഞ എത്ര ദിവസമായി ദൂരി പോന്നിട്ട്? ഇതിന് അതന്നെ ഊരി പോന്നേക്കാ. നോക്കാം നമുക്ക്. നോക്കിയോട്ടെ, പരീക്ഷണം നമ്മൾ നടത്താൻ പോണു കേട്ടാ. ലോട്ടറി പോലെ കിട്ടും ചിലപ്പോ. അതിന് മനസ്സിലാവണ്ടല്ലേ? മനസ്സിലാവില്ലേ? നല്ല കുട്ടിയായിട്ട് ഓട്ടിന് ഞാൻ നോക്കണത്. അയ്യോ പൊട്ടി. കേറിയതായിരുന്നു. അല്ല അതാ പറ്റുള്ളൂട്ടെ മോനെ, രണ്ടെണ്ണം എടുത്തോ നീ. അതന്നെ ഇനിയ വേറെ ഈർക്കിളിയായാലും പൊട്ടില്ലേ? അറുന്നതായിരുന്നു കേട്ടാ, അറുന്നതായിരുന്നു. ചോര വരണ്ട? ചോര വരുന്നേ ചേട്ടാ? അത് വരും. ചോര വരുമോ? അവര് കത്ര ഉണ്ടാവിക്കുക പോയില്ലേ, അതാണ് പ്രശ്നം. അഴിഞ്ഞേക്കാണെങ്കിൽ നമുക്ക് പിടിച്ചു കേട്ടാം. മറ്റേ മൂക്കുത്തണ സൂചിന്റെ അതിന് അതാണ് പരിച്ചൊക്കെ പോരും. കടന്നതായിരുന്നു, പക്ഷെ എന്താ വെച്ചിട്ടില്ലേ ഇവിടെ ഇതിലൊടിഞ്ഞു. അതാണ് ഈ ചോര വരുന്നല്ലേ? പതുക്കെ 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 എടുക്ക്, പതുക്കെ എടുക്ക്, പതുക്കെ 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 വലിക്കും, പതുക്കെ പതുക്കെ തൂർന്നുണ്ടാവേ. അവിടെ നോക്കാൻ പൊട്ടി പൊട്ടി പൊട്ടി. അതേ ഇതിന്റെ തോന്നുന്നു അതാണ് കനം കൂടുതലാ. വിട്
നമുക്ക് വേറെ പറ്റില്ലോ ഇത് കെട്ട് കൂടുതലാ ഓട്ടോ അടഞ്ഞ പോലെ അത് അന്ന് തന്നെയാണെങ്കിലേ ഊരി പോന്ന അന്ന് തന്നെയാണെങ്കി കൊഴപ്പില്ല. ഇതിപ്പോ 3 ദിവസമായില്ലേ. കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. ഫാൻ എടുത്തിട്ടാവും. അതെ വേറെ മൂക്കയർ വാങ്ങിക്കാം. പിന്നെ വലിയ അവര് കൊണ്ടുവരുന്ന സൂചില്ലേ അജോ, അങ്ങനത്തെ അത് വേണം. അല്ലാണ്ട് ഇത് കിടക്കില്ല മോനെ, അല്ലാണ്ട് കിടക്കില്ല. അവര് കത്ര കൊണ്ട് എടുത്തിട്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് മൃഗാശുപത്രിക്ക് കൊണ്ടുപോവാം. അതന്നെ നല്ലത്. നമുക്ക് 2 പേരും കൂടി കൊണ്ടുപോവാം. ഇന്നിപ്പോ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇപ്പൊ വാരന്തരപ്പള്ളി വരെ പോണം. നാളെ കൊണ്ടുപോവാം. നാളെ കാലത്ത് കൊണ്ടുപോവാം. മൃഗാശുപത്രിക്ക് കൊണ്ടുപോവാം. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറ്റി നിർത്തിയാലേ അവര് സുഖമായിട്ടാക്കാം. ഞാനും ഉണ്ണിമനെ കൂടി കൊണ്ടുപോയി. കൊറേ വേദന തിന്നേണ്ടി വരും. ഇത് നമ്മളെ വേദന കണ്ടവൻ നമുക്ക് വേറെ മൂക്കയർ വാങ്ങി ഈ മൂക്കയറെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചീത്ത പറയും. പറഞ്ഞോ അതെ ചേട്ടാ അറിയട്ടോ, പശുക്കുട്ടി മൂക്കേറ് കുത്താൻ മൃഗാശുപത്രിയിലേക്ക് കമ്പനിയിൽ പറഞ്ഞിരുന്ന ആള് മൂക്കയറ് കുത്തി ചൂറ്റിപ്പോയി. അപ്പൊ ഇന്നലെ ഞങ്ങള് മൂക്കുത്തി പരാജയപ്പെട്ടു. അപ്പൊ ഞങ്ങൾ വീണ്ടും അതിനെ കൊണ്ടുപോവാണ്. പശുക്കുട്ടീനെ ഞാനും ഉണ്ണിമാനും കൂടിയിട്ട് മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. മൂക്കുത്തിയെ ഞാൻ പിടിക്കാം. ഇതിനെ ഭയങ്കര ശക്തിയാ. ഇത്ര നീളം കയറ് വേണ്ട. കയറ് നമുക്ക് ചേർത്താക്കാം. ഞാൻ ആട്ടാം. അതിന്റെ മൂക്കയറില്ലാത്ത ഭയങ്കര ശക്തിയാ. നടക്കറേ വേറെ കൈയില്ല. കയറെത്ര നീളത്തിൽ പാടില്ല. മൂക്കയറിനെ പിടിച്ചില്ല. മൃഗാശുപത്രി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ച് വഴിയുള്ളോ വില്ലേജ് ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ആ വഴി കൂടെ കൊണ്ടുപോകുമ്പോ ഈ ബൈക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓടി സാധനേ നമ്മുടെ പശുക്കുട്ടിയെ കയറ് ഞാടയിന്ന് വലിച്ചു കൊണ്ടുപോയി. ഇത് അവിടെ ഓടിയെത്തി കണ്ട. അവിടെ നിന്ന് ഞങ്ങളിത് ഇവിടേക്ക് എത്തിയത്. ഈ പുല്ലും കാട്ടിലാണ് അത് നിൽക്കുന്നത് കണ്ട. കയറെവിടെയാ നോക്കണ്ടേ? കയറിന്റെ തല എവിടെ ഉണ്ട്. വിയറ്റ്നാം കോളനി സിനിമയിലത്തെ പോലെയാ. വിയറ്റ്നാം കോളനി സിനിമയില്ലേ കിട്ടി. പിടിച്ചോ ആ തെങ്ങും പിടിച്ചേട്ടാ. എന്നിട്ട് നമുക്ക് നോക്കാം. അതെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോകണില്ല. മൃഗാശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് തെങ്ങമ്മ? അല്ല ഈ തൊട്ടവാടിയിലേക്ക് തെങ്ങ് വെട്ടണം. അല്ലെങ്കിൽ എനിക്ക് മൂക്കയറിടാൻ പറ്റില്ല. കടക്കിലെ തൊട്ടവാടിയിലെത്താ ഇത് നമ്മള് ഇടിഞ്ഞു പൊളിച്ച് വീഴും. ഇപ്പൊ തോടെടുക്ക് പിടിച്ചോ. വരരുത്. പിടിച്ചോ വിട്ടില്ലേ ഞങ്ങള്. പശുവിനവിടെ കെട്ടി ഞങ്ങള്. ഇനി ചാക്ക് സൂചിണ്ട് അത് വാങ്ങിച്ചിട്ട് വരണം. അത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇപ്പനെ കുത്തണം. ഇപ്പനേക്കാം. അപ്പൊ ഞാൻ എന്താ പറയുക ചാക്ക് സൂചിയുണ്ട്. 2 എണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത്. ഞാൻ വിചാരിച്ചു അത് അഞ്ചേരി മൂലയിലേക്ക് ആവശ്യത്തേക്ക് ഓടിപ്പോയിന്ന്. ആവശ്യത്തേക്ക് ഓടിപ്പോയിന് പിന്നെ കിട്ടിയില്ല. പിന്നെ ഇതിനെ കൊണ്ടിട്ട് മൃഗാശുപത്രിയിലേക്ക് പോകാൻ പറ്റില്ല. മൃഗാശുപത്രിയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയിലൊക്കെ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകും. ഭയങ്കര ഒടുക്കത്തെ ശക്തിയാ. പിടിച്ചാ കിട്ടില്ല. ഈ പറമ്പിലൊക്കെ നമ്മളൊക്കെ ഓടി കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. തെങ്ങുകളൊക്കെ കേട്ടാ വലിയ തെങ്ങുകളായി പോയി. ഒക്കെ നാശായി. ഓടിക്കളിച്ച് മാത്രല്ലല്ലോ ഓരോന്ന് പൊട്ടിച്ച് തിന്നലും മാങ്ങയും കശുമാങ്ങയും പേരക്കായും ഒക്കെ വിശപ്പ് തോന്നുമ്പോ ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു കാലം ചെറുപ്പത്തില്. അപ്പൊ ഷീജിന് ഞങ്ങളുടെ ഹെൽപ്പർ കേട്ടാ. ഷീജയുടെ വീട് അങ്ങോട്ട് നീങ്ങിട്ടാണ്. ഷീജിന് ഇവിടുത്തെ ഹെൽപ്പർ. ഞങ്ങള് അവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ വീട് അവിടെ കേട്ടാ. നമ്മുടെ വീട് അവിടെയാ.
അതെ പശുമുട്ടി ഇവിടെ നിൽക്കണം. അപ്പൊ ഇത് കയറ്റാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, നോക്കിയോട്ടെ. ഞാനൊരു ട്രെയിൽ നകർത്താണ്. നമുക്ക് മൂക്കിന്റെ ഓട്ടടഞ്ഞു എന്നുള്ളതാണ്. ചരടുണ്ടേ. എല്ലാ ചരടും കൂടി കൂട്ടി കിടന്നതായിരുന്നു. കടക്കില്ല പെട്ടെന്ന്. കത്തി വേണ്ടായിരുന്നു ഉണ്ണിമോനെ, കത്തി വേണം. ഇത് മുറിച്ചു കളയണേ. കത്തിരി മേടിക്കാൻ പോണി. അല്ല ഇത് ചിറ്റി കെട്ടാനും പറ്റില്ലല്ലോ. അതായത് ഇത് കടന്നു, ഇത്രയ്ക്ക് കടന്നു കേട്ടാ. ഇനി ഇവിടെ ഇത് ഇങ്ങനെ കെട്ടുണ്ട്. വലിക്കാൻ പറ്റിയല്ലേ? അവിടെ നിന്ന് കത്തി എടുത്തോട്ടെ കേട്ടാ. എന്നിട്ട് അത് മുറിച്ച് കളഞ്ഞിട്ട് വേണം ഇത് ചീനിങ്ങ. അവിടെ കേട്ടാ, അവിടെ കേട്ടാ കടന്നു. ഷീജേ അവിടെ നിന്ന് കത്തി വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാനിത് വലിച്ചു കയറ്റി. കടന്നു, മൂക്കയർ കടന്നു കേട്ടാ. അജേട്ടൻ മൂക്കയർ കുത്തി. മൃഗാസ്പത്രിക്കൊന്നും പോയില്ല ഞങ്ങള്. ഞാൻ അജേട്ടന്റെ വക മൂക്കയർ കുത്തി. പശുക്കുട്ടിക്ക് മൂക്കയർ ഇട്ടു. മൂക്കയർ കെട്ടി. നീ ആര് വേണമെങ്കിലും മൂക്ക് കുത്താൻ അജേട്ടനെ വിളിച്ചാൽ മതി. അജേട്ടൻ മൂക്ക് കുത്തി തരും. അത് കേട്ടാ. ഇതിനെ കിട്ടില്ലല്ലോ, ഭയങ്കര ശക്തിയല്ലേ. ഇപ്പൊ താൽക്കാലികമായിട്ട് ഞാൻ ലൂസായിട്ട് കെട്ടി കൊണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് ടൈറ്റ് ആയിട്ട് കെട്ടാം. ഇനി ഇത് കെട്ടണത് ഇതിന് നമുക്കൊന്ന് കെട്ടാം. കാരണം ഇത് മൂക്കേറിലാണ്ട് നമുക്ക് ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഭയങ്കര ഓട്ടായത്. പാപം പശുവിന്റെ മൂക്കിന് ചോര വരുന്നുണ്ട. അത് ഇനി ഉണങ്ങും, അതിനി ഉണങ്ങും. അങ്ങനെ നീ ലൂസ് ഇതിപ്പോ പുല്ല് നടാ. ഞാൻ കേട്ടാ അത് കേട്ടാ. അങ്ങനെ നമ്മുടെ പശുവിനെ മൃഗാശുപത്രി കൊണ്ടുപോകാണ്ട് മൂക്കയറിട്ടു. ഇവിടെ നടന്നു കേട്ടോ. മൂക്കുന്ന ഉണങ്ങാണ്ട് അത്രേ ഉള്ളൂ, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിപൊളി ദൗത്യം വിജയിച്ചു. ഞാൻ വിചാരിച്ചു പരാജയപ്പെടുന്നു അല്ലേ ശ്രീജ? അല്ല ഞാൻ വിചാരിച്ചേ കത്തി എന്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂക്കയറിന്റെ ഈ ഞാന്ന് എടുക്കുന്ന വള്ളിയിലുണ്ട്, അത് രണ്ടര മുറിച്ച് കളഞ്ഞിട്ട് ചിലപ്പോ മൂക്കോട് കളക്കുന്നു വിചാരിച്ചു. അവിടെ കത്തി എടുക്കാൻ ശ്രീജ പോയ സമയത്ത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി കടന്നു. ശരിക്കും അപ്പൊ കത്തി കൊണ്ട് കിടത്തോ. ആ വീട്ടുകാരെ നിന്നാണ് കത്തി വാങ്ങിച്ചത്. ഷീജിന് ഞങ്ങൾക്ക് ക്യാമറ പിടിച്ചു തന്നത്. ഇതിലെ പോലെ ശരി നടക്കണ്ടേ? അമ്പത് ഇപ്പൊ ആറാടകള് വവ്വാലുകള് ഇളകണ്ടല്ലോ നിറയെ. ഇതിലെ പോവാ അല്ല വരുന്ന വഴിക്ക് അവിടെ നിന്ന് അവിടെ പട്ടകളും ചകരിക്ക് എടുത്തുകൊണ്ട് പോകണം കത്തിക്കാൻ.